ട്യൂണല്ലാന്ന്, അത് ട്യൂണും ഗാനവും അല്ലാന്നേ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഞാനൊരു മെസ്സേജ് അയക്കും, ദയവായി മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു 3:30 മണിക്ക് തരപ്പെടുമോ? അതൊരു സന്ദേശമാണ്. പള്ളി പൊളിക്കാൻ വരൂ എന്ന് പറയുന്ന സന്ദേശമല്ല. മൊബൈൽ ഫോണിലൂടെ അത് ചെയ്തതാണ്. ട്യൂണിൻ്റെതല്ല പ്രശ്നം, സന്ദേശത്തിൻ്റെതല്ല പ്രശ്നം. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞില്ല, ഉദാഹരണം ഞാൻ മെസ്സേജ് എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ കാണിക്കാം. ഇങ്ങനെ നടന്നിനാ ഇതെന്നെ കാര്യം. ഇതുപോലെ ഒരു സാധനമാണ് മറ്റത്. മതത്തെ പിടിക്കുക. പോറ്റി കയറി എന്നുള്ള മാത്രം ആ പാട്ട് എന്താ ഇയാൾ കേട്ടിട്ടില്ലേ? ഈ ഉമ്മ പറഞ്ഞതുപോലെ, ഉമ്മ പറയുന്നതും മനസ്സിലുള്ള വിഷമമാണ്. ഉമ്മ പറയുന്നത്, സ്ഥാനാർത്ഥിയാണ് ഉമ്മ പറയുന്ന മനസ്സിലുള്ള വിഷമമാണ്. നമുക്ക് ആ വിഷമത്തെ വിഷമമായി കണ്ടൂടെ? നാട്ടുകാരെ നിങ്ങൾ വരി, പള്ളി പൊളിക്കുന്നു, പള്ളി പൊളിക്കുന്നതിനെ തടയണം. മാർക്സിസ്റ്റുകാരാണ് പള്ളി പൊളിക്കുന്നത്. ഏത് ഈ ഉമ്മക്കുള്ള വിഷമമാണ്. അല്ലല്ലോ ഉമ്മക്ക്, ഉമ്മക്കുള്ള വിഷമാ പറഞ്ഞേ. പള്ളി പൊളിക്കുന്ന ഇത് കൊടുത്തപ്പോൾ ഉള്ള ഉമ്മിയുടെ വിഷമമില്ലേ? അയ്യോ, ഒരു ഗാനത്തിലും ഭയമില്ല. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തിട്ടാണ്. അതിൻ്റെ തെളിവ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം. ഇയാൾ അയ്യപ്പൻ്റെ എടുക്ക സ്വർണ്ണപ്പാളി മോഷ്ടിച്ചവൻ എന്ന് പറഞ്ഞിട്ട് ലഘുലേഖ അച്ചടിക്കുന്നത് ശരിയാ? പ്രസിൻ്റെ പേര് വെക്കാതെ. ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരവിറക്കിയത്, അത് കണ്ടു കിട്ടണം. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം, പഞ്ചായത്ത് രാജ് ആക്ട് 124-ൻ്റെയും മുനിസിപ്പൽ ആക്ട് 126-ൻ്റെയും ലംഘനമാണ് തെറ്റ്. ഓക്കെ, അല്ലല്ല, ലംഘനമാണ് തെറ്റ്. ഞങ്ങൾ എതിർക്കുന്നത് എന്തിനാ? ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. CPM-ൻ്റെ തെറ്റോ ശരിയോ എന്നുള്ളതല്ല, തെറ്റിദ്ധരിപ്പിച്ചതല്ല. അത് കേൾക്ക്, കൃത്യമായി കൊടുക്ക്. ഞങ്ങൾക്കാകെയുള്ള ഈ പ്രശ്നത്തിലുള്ള കാര്യം, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില നിയമവും ചട്ടവും ഉണ്ട്. ആ ചട്ടവും നിയമവും ലംഘിച്ചുകൊണ്ടാണ് ലഘുലേഖ, പള്ളി CPM-കാർ ആക്രമിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല, പാട്ടിൻ്റെ പേരിൽ നടത്തുന്ന പ്രചാരവേല, ഇങ്ങനെ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. അല്ലാതെ പാട്ടിനെ എതിർക്കുകയല്ല. മതവികാരല്ലേ വ്രണപ്പെടുത്താൻ നോക്കുന്നത്? പള്ളി പൊളിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞിട്ട് പള്ളി സംരക്ഷിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി പ്രചരണം നടത്താൻ പാടുണ്ടോ? പള്ളി ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു ഞാൻ, ഉമ്മ പള്ളി സംരക്ഷിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഏത് കൂത്തുപറമ്പിനടുത്ത് നിർവേലിയിൽ പെരുവമ്പായിൽ പള്ളി സംരക്ഷിച്ച കമ്മ്യൂണിസ്റ്റുകാർ പള്ളി പൊളിക്കാൻ നിൽക്കുമോ? നിങ്ങൾ ജനപ്രാതിനിധ്യ നിയമത്തിനും അതുപോലെ തന്നെ മുനിസിപ്പൽ ആക്ടിനും പഞ്ചായത്ത് രാജ് നിയമത്തിന് എതിരാണ്. അതനുസരിച്ചുള്ള തെറ്റ് ചെയ്താൽ ഉമ്മേൻ്റെ ഈ മൊബൈൽ ഫോണിൽ വന്നതും തെറ്റ്, അതിൽ കേസെടുക്കണം. ജയരാജൻ ഹിന്ദുക്കളെല്ലാം ഓടിവായോ, നിങ്ങൾ ഇത് മാത്രം എടുത്ത് കൊടുക്കൂ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓടിവായോ, ഇതാ ശബരിമലയെ ഇതാ കോൺഗ്രസ്സുകാർ ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? അതേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ ഈ നിയമവിരുദ്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിയമവിരുദ്ധത ഉമ്മ തീർച്ചയായും പറഞ്ഞ ഓടിവായേ, ഉമ്മ പറഞ്ഞല്ലോ ഓടിവായേ, പള്ളി പൊളിക്കുന്നേ, പള്ളി പൊളിക്കുന്നേ. കാസർഗോഡ് പ്രശ്നമല്ലേ ഞാൻ പറയുന്നത്.